ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. സോയ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സോയയിൽ നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരകം പൊടിച്ചത്, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കോൺഫ്ലോർ ആണ് വേണ്ടത് കേട്ടോ. കോൺഫ്ലോറും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിത്ര ഇട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കുറച്ച് സമയം മാറ്റി വയ്ക്കണം. അപ്പോൾ സോയ എടുത്തിരിക്കുന്നത് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്ത് ആ വെള്ളമെല്ലാം ഊറ്റി കൈ കൊണ്ട് സോയയിലെ വെള്ളമെല്ലാം പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം ഇതുപോലെ മസാല പുരട്ടി മാറ്റി വയ്ക്കാനായിട്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ സോയ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് 2 സൈഡും ഒന്ന് നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന രീതിയിലൊന്ന് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അടച്ച് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ 2 സൈഡും വഴറ്റി മാറ്റി വയ്ക്കുക. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് സവോള ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കേണ്ടത്. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവോളയാണ്. സവോള ചെറുതായി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതും നന്നായിട്ട് തന്നെ നമ്മൾ വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത്, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയാണ് കേട്ടോ. ഇത് ഇത്രയിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിക്കുക. ഇതിലേക്കാണ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി സോയയിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതനുസരിച്ച് ഉപ്പ് ചേർക്കാവുള്ളൂ. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. വഴന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നേരത്തെ വരട്ടി വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ സോയ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ യോജിപ്പിക്കുക. ഇതിലേക്ക് ഒരല്പം എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് കേട്ടോ. ഒരുപാട് ഒഴിക്കരുത്. ആവശ്യത്തിന് എന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് വെള്ളം മതിയാവും. 1/4 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറുതീയിലൊന്ന് തന്നെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഒരല്പം പച്ച വെളിച്ചെണ്ണ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയ റെസിപ്പി തയ്യാറാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കൊള്ളുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.